ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തിനും ഏതിനും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലൂർക്കോട്ട വാട്ടർഫാൾസ്, പെരിന്തൽമണ്ണക്കടുത്തുള്ള പാലൂർക്കോട്ട വാട്ടർഫാൾസിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുന്നവർ MES മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പാലച്ചോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പാലച്ചോട് നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയാൽ നമുക്ക് പാലൂർക്കോട്ടയിലേക്ക് എത്താം. എന്നാൽ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്നവരും അതേമാതിരി കൊളത്തൂർ ഓണപ്പുഴ കഴിഞ്ഞ് ഈ പാലച്ചോട് എന്ന സ്ഥലം MES മെഡിക്കൽ കോളേജ് എത്തുന്നതിന് മുമ്പ് പാലച്ചോട് എന്ന സ്ഥലത്ത് എത്തിയാൽ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകാൻ പറ്റും. അഥവാ പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ നിന്നുള്ള പാലച്ചോട് എന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഈ പാലൂർക്കോട്ടയിലേക്ക് തിരിയേണ്ടത്. MES മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് പാലൂർക്കോട്ട വാട്ടർഫാൾസ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഷെരീഫുമുണ്ട്. അപ്പോൾ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ തന്നെയാണ്. ഇപ്പോൾ പാലച്ചോട് പറഞ്ഞ സ്ഥലം എത്താനായി. നമ്മൾ പറഞ്ഞല്ലോ MES മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള പാലച്ചോട് എന്ന് പറഞ്ഞ സെൻറ്റർ, അവിടെ എത്തിയപ്പോൾ ഈ ലെഫ്റ്റിലേക്ക് തിരിയാണ്. അപ്പം നമ്മൾ പാലൂർക്കോട്ട വാട്ടർഫാൾസിൻ്റെ അടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂസാണ് ഇവിടെ കാണാനുള്ളത്. ഉണ്ടല്ലേ, ഇത് കണ്ടില്ലേ, നല്ലൊരു അടിപൊളി വ്യൂസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ, ഒന്നും പറയാനില്ല. ശരിക്കും ഇത് കണ്ടാൽ നമ്മളൊരു കടൽ കാണുന്ന വ്യൂ, അല്ലെങ്കിൽ ഒരു നദിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യൂ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതാണോ കറക്റ്റ് മേഘത്തിൻ്റെ മേലെ നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നല്ല മഞ്ഞ് മൂടി കറക്റ്റ് മേഘങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ മീശപ്പുലിമലയിലും അങ്ങനത്തെ ഇടുക്കിയിലെ കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ കാണുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി വ്യൂസ് എന്ന് തന്നെ പറയാം. സൂപ്പർ വ്യൂസ്. എന്നാൽ ഇത് നമ്മൾ ഇടുക്കിയിലോ അതല്ലെങ്കിൽ വയനാടോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം മലപ്പുറത്ത് പെരിന്തൽമണ്ണക്കടുത്താണ്. വ്യൂസ് ഇത് കണ്ടില്ലേ, നമുക്ക് ഇതൊന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും. ഒരു എന്താ പറയുക, നമ്മളെ ലൈനിൻ്റെ വൈദ്യുതി ലൈനിൻ്റെ 220 kV ലൈനിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു 220 kV ലൈനിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് ആ കാണുന്നത്. ആ കാണുന്ന വൈദ്യുതി ലൈൻ അത് ഇടുക്കിയിൽ നിന്ന് മംഗലാപുരം പോകുന്ന ലൈനാണത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്തുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് പോകുന്ന വഴിയിലാണുള്ളത്. നല്ല അടിപൊളി വഴിയാണ്. കാണുമ്പോൾ തന്നെ ഇവർ നടക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു കുളിർമയുള്ളതാണ്. നമ്മൾ അത് രാവിലെ ടൈമിലാണ് പോന്നിട്ടുള്ളത്. നമ്മളൊന്നും കൂടെ നേരത്തെ വരണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കുറച്ച് ലേറ്റാണ് എത്തിയത്. സൂര്യ ഉദയം കറക്റ്റ് എടുക്കണമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കുറച്ച് തടസ്സപ്പെട്ടു. കുറച്ച് ലേറ്റായിട്ട് വന്ന് സൂര്യ ഉദിച്ചതിന് ശേഷമാണ് എത്തിയത്. സൂര്യോദയത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ.
നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് പോകാം. ഹായ് 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 ഹായ്, എന്ത് മനോഹരമായ കാഴ്ചകൾ. ഹായ്, ഓക്കെ. എന്തായാലും വ്ളോഗർമാരുടെ കൂട്ടത്തല്ലാണ് ഇവിടെ. ഈ നിൽക്കുന്നവരൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടി, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നവരാണ്. നമുക്ക് ഇതിലൂടെ താഴത്തേക്കാണ് പോയാലോ? എങ്ങനെ ഉണ്ടാവും? നേരെ താഴത്ത് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് കയറണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് അല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് വാട്ടർഫാൾസിൻ്റെ മേൽഭാഗത്താണ്. ഇവിടെ നിന്നാൽ വാട്ടർഫാൾസിൻ്റെ ശബ്ദമെല്ലാം നമുക്ക് നല്ല രീതിയിൽ കേൾക്കാനുണ്ട്. കാണുന്നില്ല, എന്നാലും നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. അതിൻ്റെ ഉത്ഭവസ്ഥാനം, മേൽഭാഗത്ത് ചാടുന്ന ഭാഗമൊക്കെ, വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് ഒന്നും കൂടെ പോയി കാണാം. ഓക്കെ. അങ്ങനെ അവസാനം നീലക്കുറിഞ്ഞല്ലേ, ഏതോ ഒരു നീല കളർ പൂവ് നമ്മളെ പാലൂർക്കോട്ട വാട്ടർഫാൾസിൻ്റെ അടുത്തും വിരിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് നമ്മളെ പാലൂർക്കോട്ടയിലെ നീലക്കുറിഞ്ഞികൾ. ആന പോയിട്ടുണ്ട്. നമ്മളെ വഴി കൺഫ്യൂഷൻ. 2 ഹൈവേ പോകുന്നുണ്ട്. ഒന്ന് എക്സ്പ്രസ് ഹൈവേ, ഒന്ന് സംസ്ഥാനപാത സ്റ്റേറ്റ് ഹൈവേ. 2 ഹൈവേ കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മളാകെ കൺഫ്യൂഷൻ ആയിപ്പോയി ഏത് വഴി പോകും. അങ്ങനെ നമ്മൾ കുത്തനുള്ള ഇറക്കിറങ്ങിയിട്ടാണ് പോകുന്നത്. ഒന്ന് സ്ലിപ്പായ നേരെ താഴ്ത്തിക്കണ്ടെത്താം. കണ്ടില്ലേ, വാട്ടർഫാൾസിൻ്റെ ചെറിയ ഉത്ഭവസ്ഥാനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചു പോവാം. വഴുക്കിയാലേ നല്ല വഴുക്കലുണ്ട്, പണി വാളും. പുല്ലുമ്പോ പിടിച്ചിട്ടാണ് ഇറങ്ങണേ. ഹായ്. ഇവിടുന്ന് അങ്ങനെ കുറച്ച് ഒഴുകി പോയിട്ടാണ് താഴേക്ക് ചാടുന്നത്. അത് നമുക്ക് കാണാം. ഓക്കെ. ഇത് കണ്ടില്ലേ, ഈ പോയിന്റിൽ നിന്നാണ് വെള്ളം താഴേക്ക് ചാടുന്നത്. വാട്ടർഫാൾസ് ആയിട്ട് രൂപാന്തരപ്പെടുന്നത് ഈ പോയിന്റിൽ. എന്തായാലും വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാല് ഒഴിക്കാൻ നേരെ താഴേക്ക് വന്നു. ഏകദേശം വെള്ളച്ചാട്ടങ്ങളൊക്കെ, വെള്ളത്തിന് നനവുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ തന്നെ ആവും. നമ്മളെന്തായാലും അതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വെള്ളം താഴോട്ട് ചാടുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് വലിയ വഴുക്കലില്ല. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഇങ്ങോട്ട് വന്നത്. കാരണം വഴുക്കലില്ല എന്നുള്ള ധൈര്യം കൊണ്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് സംഭവം. ഇതാണ് വെള്ളം നേരെ താഴോട്ട് പോയിട്ട് നമ്മൾ വെള്ളച്ചാട്ടമായി മാറുന്നുണ്ട്. ഓക്കെ. നമ്മൾ സാധാരണ താഴെ ആ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. ആ പാറ കാണുന്ന ആ ഭാഗത്താണ് നമ്മൾ വന്ന് നിൽക്കാറുള്ളത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. അതിലേക്ക് വരണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. മറ്റു ഭാഗത്തു കൂടെ കയറി ഒരു ട്രക്കിംഗ് നടത്തിയിട്ട് വേണം ഈ വെള്ളച്ചാട്ടം ചാടുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടാം. എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ. ഏറ്റവും ടോപ്പ് പോയിന്റിൽ.
ഇവിടുന്നാണ് ആ വെള്ളം ഒഴുകി അങ്ങനെ പോയി താഴേക്ക് ആ പാറയിൽ ചെന്ന് അവിടുന്ന് വാട്ടർഫാൾസ് ആയിട്ട് മാറുന്നത് ഈ ഭാഗത്തു നിന്നുള്ള വെള്ളമാണ്. ട്രിപ്പ് അവസാനിപ്പിച്ച് താഴേക്ക് പോകാൻ നിൽക്കുമ്പോൾ കുറേ ആളുകൾ എത്തിയിട്ടുണ്ട്, സൈക്കിൾ യാത്രക്കാർ എത്തിയിട്ടുണ്ട്, സൈക്കിൾ വ്യൂവേഴ്സ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടൊരു വ്യൂസ് ഉണ്ട്. മറ്റേ 220 kV ലൈനിൻ്റെ മുകൾ ഭാഗം കാണുന്ന മേഘങ്ങൾ മൂടി നിൽക്കുന്ന ഒരു വ്യൂ കണ്ടിരുന്നു. ആ ഭാഗമാണ് ഇപ്പോൾ. നമ്മൾ വന്ന സമയത്ത് ആകെ കോടമഞ്ഞ് കൂടി മേഘങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മേഘങ്ങളെ കുറച്ച് ഒഴിവായിട്ടുണ്ട്. സൂര്യ ഉദിച്ച് കുറച്ച് മേലേക്ക് എത്തിയത് കൊണ്ട് മേഘങ്ങളെ കുറച്ച് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ താഴ്വാരത്തിൻ്റെ സുന്ദരമായ വ്യൂസാണ് ഈ കാണുന്നത്. ഒന്നും കൂടെ ഉച്ച സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഈ താഴ്ഭാഗത്തുള്ള വീടുകളും ബിൽഡിങ്ങുകളും അതേമാതിരി ഈ നെൽവയലുകളും ഈ സുന്ദരമായ വ്യൂസ് ആ സമയത്ത് ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ കാണുന്ന ടോപ്പ് വ്യൂസിനാണ് നമ്മളതിൻ്റെ ആ പുകയൊക്കെ പോകുന്നുണ്ട്. ഒരു പുകയിൽ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ടോപ്പിൽ നിന്നുള്ള വ്യൂവിലും ഉണ്ടായിരുന്നു ആ പുക പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. ഇപ്പം നമ്മൾ താഴത്ത് ആ വയലുകളൊക്കെ കണ്ട ഭാഗത്ത് വാട്ടർഫാൾസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒരു കാലിച്ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം എന്നുള്ള തീരുമാനത്തിലാണ്. നമ്മൾ കൊഴക്കാട്ടിനടുത്തുള്ള KT കൂൾ ബാർ ആൻഡ് ബാഗ്സ് എന്ന് പറഞ്ഞ കടയിലാണ്. അടിപൊളി വഴിയാണ് കേട്ടോ. ശരിക്കൊരു വെള്ളച്ചാട്ടത്തേക്കൊക്കെ പോകുന്ന ട്രക്കിങ്ങിനൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു വഴി തന്നെയാണ്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റ് വെള്ളം ചാടുന്ന കാണാണ്ടാവും. അതിൻ്റെ ആ ടോപ്പ് പോയിന്റിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് താഴേക്കുള്ള വീഡിയോ എടുത്തിരുന്നത്. നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഈ വഴിയിലൂടെ പോയിട്ട് ഈ കാണുന്ന വഴിയിലൂടെ ഇതിലൂടെ പോയി അങ്ങനെ കയറി കുറച്ച് ആളുകൾ കയറി പോകുന്ന വീഡിയോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അതിലൂടെ കയറി പോയിട്ട് മേലേക്ക് എത്തണം. എന്നാലാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താൻ പറ്റുന്നത്. അവിടെ കുളിക്കാനെല്ലാം ഉള്ള സൗകര്യമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് അതിൻ്റെ മേൽഭാഗത്തേക്ക് പോവാം. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് ആ മേലേക്ക് പോവാം. ഈ കാണുന്ന പോയിന്റിൽ നിന്നാണ് നേരത്തെ നമ്മൾ വീഡിയോ എടുത്തത്. താഴേക്കുള്ള വീഡിയോ എടുത്തത് ആ പോയിന്റിൽ നിന്നാണ്. നല്ല സുന്ദരമായ കാഴ്ചകളാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമ്മൾ ആ സൈക്കിൾ ടീം മേലെ നിന്ന് കണ്ട സൈക്കിൾ ടീം ആദ്യം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കുറച്ച് നേരത്തെ പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് വൈകിട്ടാണ് വന്ന് ചാടിക്കാനൊക്കെ നിന്നില്ലേ. അപ്പോൾ അവരിവിടെ എത്തിയിട്ട് നല്ലവണ്ണം അടിപൊളിയായിട്ട് കുളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതല്ല, ഇതിൻ്റെ മേലേക്ക് ഇനി വേറൊരു ഭാഗം കൂടെ ഉണ്ട്. നേരെ നമ്മൾ ടോപ്പിൽ നിന്ന് കണ്ട വ്യൂവിലെ വെള്ളം നേരെ ചാടുന്ന ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒഴുകി വന്ന് ചാടുന്ന ഭാഗമാണത്. നല്ല മഴയുള്ള സമയമാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല വെള്ളം പരന്നൊഴുകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും.
ആ കാണുന്ന ടോപ്പ് പോയിന്റിലാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തിരുന്നത്. അവിടെ നിന്നിട്ടാണ് താഴേക്കുള്ള വീഡിയോ എടുത്തത്. ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്നുള്ള വീഡിയോസ് നമ്മൾ ആദ്യം എടുക്കും. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഫുള്ള് കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറ്റു ഭാഗത്ത് കൂടെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് കടങ്ങപുരം വഴി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ താഴ്ഭാഗത്ത് വന്നു. ഇതിൻ്റെ ഒരു താഴ്ഭാഗമുണ്ട്. ഈ വെള്ളം ഒഴുകി പോയിട്ട് ഈ വെള്ളം ഒഴുകി പോയിട്ട് താഴെ ചാടുന്നൊരു ഭാഗമുണ്ട്. അവിടുന്ന് ആദ്യം വീഡിയോ എടുത്ത് അവിടെയാണ് ആ സൈക്കിളിന് അവർ പയ്യന്മാർ കുളിപ്പൊക്കെ ചെയ്തിരുന്നത്. ആ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട് ഒന്നും കൂടി ടോപ്പിൽ വന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ നേരത്തെ കണ്ട ടോപ്പ് വ്യൂ എന്ന് വെള്ളം ചാടുന്ന ആ ഭാഗം അവിടെയാണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മടങ്ങിപ്പോവാണ്. നമ്മുടെ ഈ ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങിപ്പോവാണ്. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന ആ ഭാഗം, ആ താഴേക്ക് ഇറങ്ങുന്ന ഒരു ട്രക്കിംഗ് രീതിയിലാണ് നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്നത് കൂടി നമുക്കൊന്ന് വീഡിയോ എടുക്കാം. പരന്ന് കിടക്കുന്ന പാറയാണ്, താഴേക്കാണ്. അത് നമുക്കൊരു ഗ്രിപ്പില്ല. സാധാരണ ഗ്രിപ്പ് കിട്ടാറുണ്ട്, ഇതൊരു ഗ്രിപ്പില്ലാത്ത പാറയാണ്. ശ്രദ്ധിച്ചിറങ്ങിയില്ലേ പണിയാവും. കുത്തനുള്ള ഇറക്കാണ്. അവിടെ അങ്ങനെ അത് ഇറങ്ങിയിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഷെരീഫ് ആ കിടങ്ങിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പാലൂർക്കോട്ടയിലേക്കുള്ള ഈ ട്രിപ്പ് എന്തായാലും വളരെ എൻജോയ് ചെയ്തു. ഞാനും ഷെരീഫും വളരെ എൻജോയ് ചെയ്തു. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചു. വെള്ളച്ചാട്ടമായിട്ടും നല്ല ടോപ്പ് വ്യൂസായിട്ടെല്ലാം നല്ല കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചു. അപ്പോൾ നമുക്ക് ഷെരീഫിന് എന്താ പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ യാത്രയെക്കുറിച്ച്? എങ്ങനെ ഉണ്ടായിരുന്നു? ഏഴുമണിയല്ല, സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ആ ഒരു വ്യൂസൊക്കെ കണ്ട് സൂര്യ ഉദയം കൂടി നമുക്ക് കാണാൻ കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. കാരണം അതിന് നമ്മളെ ടോപ്പ് വ്യൂസ് ആദ്യം കണ്ടല്ലോ, മഞ്ഞ് മൂടി മേഘങ്ങൾ മൂടി വെക്കുന്ന ആ ഭാഗം. നല്ല മഴയുള്ള ദിവസങ്ങൾ വരണം, അല്ലാതെ വന്നാൽ ഇവിടെ ഒന്നും കാണാൻ കഴിയും. അല്ല, മഴയുള്ള ദിവസങ്ങൾ വന്നാൽ മഞ്ഞ് മൂടി വെക്കുന്നത് കാണാം. അതല്ലാത്ത ദിവസം ആകുമ്പോൾ നല്ല ഇപ്പൊ ഈ അതെ, അത് ശരിയാണ്. വെള്ളച്ചാട്ടം കാണാൻ മഴയുള്ള സമയത്ത് തന്നെ വരണം. പിന്നെ അല്ലാത്ത സമയത്ത് വന്നാൽ താഴെയുള്ള ടോപ്പിൽ വരണം. ടോപ്പിൽ വന്നാൽ താഴേക്കുള്ള നല്ല അടിപൊളി വ്യൂസ് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് മേലുള്ളത്. ശരി, എൻജോയ് ചെയ്യാൻ പറ്റും. അവരുടെ യാത്രാ ഡെസ്റ്റിനേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു കേന്ദ്രമാണ്. എന്നാൽ അധികം ബഡ്ജറ്റ് ഒന്നുമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ നമുക്ക് ശരിക്കും ഒരു മീശപ്പുലിമല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പോകുന്ന അതൊരു ഫീലിംഗ് ഇതിന്റെ മേൽഭാഗത്ത് കൂടെ ഒക്കെ നടക്കുമ്പോൾ നല്ല നമുക്ക് അതിനുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഷെരീഫ് ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടേക്ക് വരുന്നത്? അടുത്താണ് 5 കിലോമീറ്റർ, പക്ഷെ പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഈ ഭാഗത്ത് ആദ്യം ഈ താഴത്താണ് ഞാൻ മുമ്പ് വന്നിട്ടുള്ളത്. ടോപ്പ് യൂസിൽ ഇന്ന് ഷെരീഫിന്റെ കൂടെയാണ് ആദ്യമായിട്ട് പോകുന്നത്. താഴേക്ക് ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നു. ടോപ്പിൽ ഫസ്റ്റത്തെ പ്രാവശ്യമാണ് ഞാൻ പോയത്. ഓക്കെ, ഇനി 5 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഇടയ്ക്ക് ഒഴിഞ്ഞിരിക്കാൻ, റെസ്റ്റ് എടുക്കാൻ, ഫ്രീ ആയിട്ട് ഇരിക്കാൻ. ഈ യാത്ര, ഈ ട്രക്കിംഗ് ആണ് പ്രശ്നം. കുന്ന് കയറി മല കയറി ഇറങ്ങുന്ന ആ ഒരു പ്രശ്നമാണ് നമുക്ക് മടുപ്പ് വരുത്തിക്കുന്നുള്ളൂ. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നവർക്ക്, ട്രക്കിംഗ് ആസ്വദിക്കുന്നവർക്ക് വളരെ കളർഫുൾ ആയിരിക്കും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് പാലൂർക്കോട്ട എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഒഴിവുപോലെ എല്ലാവരും
ഒഴിവിനനുസരിച്ചൊക്കെ ഈ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കാം, ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വ്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. അതിന് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.